കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്നും ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, ഇത് അല്പം മുമ്പാണ് ADM ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. കോടതി ചോദിച്ച പ്രസക്തമായൊരു ചോദ്യം, ഇത് ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? സ്വാഭാവികമായും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് നിർദ്ദേശിച്ചത്? അതായത് കോടതി ഇത് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ബെഞ്ചുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വളർത്തുമൃഗങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും കേസുകൾ പരിഗണിക്കുന്ന ഒരു ബെഞ്ച്. പക്ഷേ ആ ബെഞ്ചിലല്ല ഇന്നത് വന്നത്, ഇന്ന് ദേവസ്വം ബെഞ്ചിൽ തന്നെയാണ് വന്നത്. സാധാരണ ആനക്കേസുകൾ വരുന്ന ബെഞ്ചിലല്ല, ദേവസ്വം ബെഞ്ചിലാണ് ഈ കേസ് വന്നത്, ഡിവിഷൻ ബെഞ്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ബെഞ്ച് ചോദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും വനം വകുപ്പിനോടും ഈ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കോടതി ചോദിച്ചൊരു ചോദ്യം, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ആർക്കെതിരെയാണ് കോടതി കേസെടുക്കേണ്ടത് എന്നതാണ് കോടതി ചോദിക്കുന്നത്. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയത് എന്നതാണ് കോടതി ഉന്നയിച്ച ഒരു ചോദ്യം. അതായത് ദേവസ്വം ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി ഇത്തരം കാര്യങ്ങൾ മറുപടി നൽകണം. ആനയുടെ ഭക്ഷണം, യാത്രാ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്യണം. ഏതായാലും ഈ ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി ഇക്കാര്യത്തിൽ കോടതി മുമ്പാകെ ഒരു വിശദീകരണം നൽകുക, അത് തിങ്കളാഴ്ച വേണം എന്നുമാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും കേസിനെ ഗൗരവമായി തന്നെ ഹൈക്കോടതി കാണുന്നു എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. മുമ്പും ഇത്തരം കേസുകളിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ കോടതി ആദ്യ സിറ്റിങ്ങിൽ തന്നെ ഈ കേസ് കോടതി സ്വമേധയായി എടുക്കുകയും അതിൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി എന്താണ് കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന് വ്യക്തമാകൂ. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ മുമ്പ് പല ഇത്തരം ക്ഷേത്രോത്സവങ്ങളിൽ ആനയിടഞ്ഞതും ഒക്കെയായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. സമാന സ്ഥിതിയിലേക്ക് ഈ കാര്യം പോകുന്നു എന്നുള്ളതാണ്. കോടതി ഇക്കാര്യങ്ങളിൽ ഇത്തരം സംഭവങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദേവസ്വം ബെഞ്ചിൻ്റെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.